So, what's up guys? Sri here. കുറച്ച് നാളെ നമ്മൾ വീഡിയോ ഒന്നും കാരണം ബിൻ ബിസി ലിറ്റിൽ ബിറ്റ്. പക്ഷേ ഐ എം ബാക്ക് വിത്ത് ദ ബാങ്കർ. ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഫൈൻ. ഞാൻ ഒരുപാട് നാളായിട്ട് PRX അതേപോലത്തെ എന്താ പറയുക സ്പോർട്ടി എന്ന ഡ്രസ് വാച്ച്, ആ ക്ലാസി ലുക്ക്, ആ ഒരു ജോൺറിൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. PRXും അതേപോലത്തെ ഓറിയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതേപോലെ എന്താ പറയുക സോയോസ, സിറ്റിസൻ്റെ സോയോസ, ഇതൊക്കെ നമുക്ക് വേണ ഒരു രീതിയിൽ വളരെ സ്പോർട്ടി ക്ലാസി കാഷ്വൽ ടൈപ്പ് ഓഫ് വെയർ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇതിനൊക്കെ മുടിഞ്ഞ വിലയാണ്. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ഓൾട്ടർനേറ്റീവ്സ്. എനിക്കൊരു നല്ല ഓൾട്ടർനേറ്റീവ് വേണം. എനിക്ക് എന്താ പറയുക ആ ഒരു സ്പോർട്ടി ലുക്ക് വേണം, എന്നാൽ ഒരു ക്ലാസ്സി സാധനം വേണം. പക്ഷേ ഇച്ചിരി ബ്രാൻഡ് ഹെറിറ്റേജും ഇച്ചിരി ബ്രാൻഡ് വാല്യൂ ഇച്ചിരി വിലയൊക്കെയുള്ള സാധനം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വില എന്ന് ഉദ്ദേശിച്ച പ്രൈസ് അല്ല, ഒരു എന്താ പറയുക സ്റ്റോറി ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണെങ്കിൽ ഐ വിൽ ബി മച്ച് ഹാപ്പി. ഞാൻ കാസിയോയിൽ നോക്കി, കാസിയോയുടെ MTP സീരീസിനകത്ത് ഓൾമോസ്റ്റ് അതിനകത്തൊരു സാധനം വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 7K. എസ്പെഷ്യലി എനിക്ക് ആ ടർക്കോയിഷ് കളർ വേണമെന്നുണ്ടായിരുന്നു, കാരണം ഇറ്റ്സ് സോ വേഴ്സിറ്റൈൽ, എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും. അന്നാ ഭയങ്കര ഫ്ലാഷി അല്ലാത്തൊരു കളറാകും. എനിക്ക് ടർക്കോയിഷ് ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ വീണ്ടും എൻ്റെ ബഡ്ജറ്റിനകത്ത് ഏതെങ്കിലും ഒരു മാസ്റ്റർ പീസ് ഉണ്ടോ എന്ന് നോക്കിയപ്പം not this one. I will show you guys exactly what watch I'm talking about. I'm talking about the infamous HMT Tariq. This is the watch I am talking about, guys. This is the HMT Tariq. ഞാൻ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. നമ്മുടെ കഴിഞ്ഞ വാച്ച് റിവ്യൂവിനകത്ത് പറഞ്ഞതിൻ്റെ കണക്ക് ഇച്ചിരി മിസ്റ്റേക്സ് ഉണ്ട്. HMT Tariqനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫിനിഷിങ്. HMT ലെവൽ ഓഫ് ഫിനിഷിങ് അല്ല ഞാൻ ഇതിനകത്ത് കാണുന്നത്. എസ്പെഷ്യലി ഇറ്റ് ഈസ് സോ ഗുഡ്, ഇറ്റ്സ് സോ സട്ടിലി ഫിനിഷ്. എന്താ പറയണ, ഭയങ്കര അടിപൊളി രീതിയിൽ ഫിനിഷ് ചെയ്ത് നല്ല ഒരു പ്രീമിയം വാച്ചിൻ്റെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കേസ് ഞാൻ ഉദ്ദേശിക്കുന്ന കനം ഇസ് സോ സ്മോൾ. ആ ഒരു അക്രലിക് ക്രിസ്റ്റൽ ഡോമോ, ഐ എം നോട്ട് ഷുവർ ഇറ്റ്സ് നാച്ചുറൽ ഗ്ലാസ് ആണ്. ഈ പ്രൈസിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്തായാലും ഐ ബിൻ യൂസിങ് ഇറ്റ് ഫോർ ലൈക്ക് ടു മന്ത്സ്. ഒരുപാട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വീഴുന്നില്ല. ഇറ്റ്സ് സോ ഡ്യൂറബിൾ, ഇറ്റ്സ് സോ റിലേറ്റീവ്ലി നൈസ്. അതുകൊണ്ട് ഗ്ലാസിൻ്റെ കാര്യത്തിലും നല്ലതാണ്. ഇനി ഞാൻ പ്രോഡക്റ്റ് അടുത്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഉണ്ടായ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. സോ ക്യാമറ ഇങ്ങോട്ട് എടുത്ത് വെക്കും. ഗൈസ്, നമ്മുടെ ചാനൽ ഒരു വൺ ഷോട്ട് ചാനലാണ് ഈ ചാനൽ, അതുകൊണ്ടാണ് ഞാൻ ലാഗാക്കി സംസാരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പം ഹൗ ഗുഡ് ലുക്കിംഗ് ആൻഡ് സെക്സി ദ വാച്ചസ് നോക്കിയേ, ഭയങ്കര അടിപൊളിയായിട്ടോ. ദിസ് ഇസ് സോ ഗുഡ് ദാറ്റ് എനിക്ക് PRX ആ ഒരു വേവ് ലെങ്തിലും അതിനെ ഇഷ്ടപ്പെട്ടു. അതിനുപരി ഇതിൻ്റെ കനം കണ്ടോ, ദിസ് ഇസ് നല്ല കനം കുറഞ്ഞൊരു വാച്ച്, നല്ല കനം കുറവാണ്. ഭയങ്കര എന്താ പറയണ കനം കുറഞ്ഞു, ഭയങ്കര കയ്യിൽ സ്ലിം പ്രൊഫൈലുള്ളൊരു വാച്ച് തന്നെയാണ്, നിങ്ങൾക്ക് 100% പറയാം. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ദ സ്ട്രാപ്പ്. ഗൈസ്, സ്ട്രാപ്പ് ഈസ് ആക്ച്വലി നൈസ്. ഇതൊരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ്. ഇതിനകത്ത് നമുക്ക് ടൂൾ ഉണ്ടെങ്കിൽ ഇത് ബക്കിളപ്പ് ചെയ്ത് ഇങ്ങോട്ടോ താഴോട്ടൊക്കെ മാറ്റാൻ പറ്റും. ടൂളൊന്നും വേണമെന്നില്ല, ചെറിയൊരു വിച്ചാത്തിയോ അങ്ങനെ എന്തെങ്കിലും സാധനമായാലും മതി. സോ സ്ട്രാപ്പും എനിക്ക് സ്ട്രാപ്പിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ട്രാപ്പായിട്ട് തോന്നിയതാണ്. ഐ എം ഷോക്കിങ്. പിന്നെ ഇതിനകത്തൊരു ഡേറ്റ് വിൻഡോ ഉണ്ട്. അതേപോലെ തന്നെ ദിസ് ടർക്കോയിഷ് കളർ ഇസ് നോട്ട് ഫ്ലാഷി ബട്ട് ഇറ്റ് ഇസ് സോ ക്ലാസി. എനിക്ക് അങ്ങനെ പറയുള്ളത്, ഫ്ലാഷി അല്ലാത്തൊരു ക്ലാസി ടർക്കോയിഷ് കളറാണ് എന്തിൻ്റെയും കൂടെ. ഇപ്പം അതിനുപരി ദ കേസ് ഡിസൈൻ, സച്ച് എ റെസിംബ്ലൻസ് ഓഫ് PRX. നിങ്ങളെന്നെ നോക്കിയിട്ട് PRXൻ്റെ ഒക്കെ നല്ല റെസിംബ്ലൻസ് ഉണ്ട്. ആ ഒരു സ്പോർട്ടി ഇന്നേറ്റ് നേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ യു ഗെറ്റ് എന്താ പറയണം, ഭയങ്കര കംഫർട്ടബിൾ ഫിനിഷ്. ഞാനൊന്ന് കയ്യിലിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു അത്യാവശ്യം സ്ലിമ്മാണ്. പിന്നെ ടർക്കോഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ടർക്കോഷ് ഭയങ്കരമായിട്ട് ചേരും. ദ സ്ലിം പ്രൊഫൈൽ, ദ സ്ലിം കളർ, ദ 18mm വിത്തുള്ള സ്ട്രാപ്പ്, ഇറ്റ്സ് ഓൾ റിയലി നൈസ്. ഭയങ്കര ഒരു വിൻറ്റേജ് ക്ലാസി ആ ഒരു വൈബൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റ്. ഇതിനെല്ലാം ഉപരി എനിക്ക് പറയാനുള്ളത് ഗ്ലാസസ് അത്യാവശ്യം നല്ല എന്താ പറയണേ, കുഴപ്പമില്ല. പിന്നെ സ്പെക്ക് പറയുകയാണെങ്കിൽ ദിസ് ഇസ് 3 ATM വാട്ടർ റെസിസ്റ്റൻറ്റ്, 12 month വാറൻറ്റി ഉണ്ട്. ഇതിനകത്ത് വേറെ ഒരുപാട് കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദ സ്ട്രാപ്പ് ഇസ് ആക്ച്വലി ഓഫ് വെരി ഗുഡ് ക്വാളിറ്റി. പിന്നെ ഞാൻ ഇതിൻ്റെ കേസ് ടു ലെങ്ത്തും വിട്ട് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഐ ആം പ്രിറ്റി ഷുവർ ഫ്രെയിമിങ് ഭയങ്കര ഓഫായിപ്പോയി. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ബോദർ. നമുക്കിവിടെ കണ്ടന്റ് പറഞ്ഞാൽ മതി. ഫ്രെയിമിങ്ങിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നൊരു ചാനലാണിത്. സ്പെക്ക് പറയുകയാണെങ്കിൽ ഗൈസ്, ഇതിൻ്റെ കേസ് തിക്നെസ് 10.47 mm. കേസ് വിട്ട് എന്ന് പറയുമ്പം 36.84 mm. ഇതൊരു ഇൻ റിയൽ ലൈഫിൽ ഇടുമ്പോൾ എനിക്കൊരു 38 to 37 mm
കേസ് വിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് നമ്പേഴ്സ് എല്ലാം ഞാൻ ഒരു ഫീലിംഗ് ആണ് പറയുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് വെയറബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 38mm ടൈപ്പ് ഓഫ് കേസ്, 36 ആണെങ്കിൽ ഭയങ്കര സ്മോൾ ആയി പോകും. ദിസ് ഇസ് പെർഫെക്റ്റ് ഫോർ നമ്മുടെ ഇന്ത്യൻസിൻ്റെ സ്മോൾ റിസ്റ്റ് ഹാൻഡ് ഉള്ളവർക്ക്. പിന്നെ ലക്ക് ടു ലക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 42mm വരും. സോ ദാറ്റ് ഇസ് 42 അല്ല, 42-ൽ ഉപരി വരുമെന്നാണ് ഇതിനകത്തെ നമ്പേഴ്സ്. ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ കറക്റ്റ് മറ്റേ മില്ലിമീറ്റർ സ്കെയിൽ ചെയ്യുന്ന സാധനമൊന്നുമില്ല. പക്ഷേ ലക്ക് ടു ലക്ക് ആണെങ്കിലും എൻ്റെ അത്യാവശ്യം സ്ലിം ആയിട്ടൊരു റിസ്റ്റാണ്. ഇറ്റ് സ്യൂട്ട്സ് വെരി ഗുഡ്. സി സ്മോൾ ഈസ് കയ്യിലുള്ളവർക്ക് ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനം. അഗൈൻ ഗൈസ്, ഞാൻ ഇതിനകത്ത് ഏറ്റവും ഇംപ്രസ്ഡ് ആയി പോയത് ഇസ് ദ ഫിനിഷ്, ദ ഫിറ്റ്നസ്, ദ പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് HMTയുടെ ലെജൻഡറി ബ്രാൻഡ് ഹെറിറ്റേജ് ഉണ്ടായതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയുക, ഒരു ഞാൻ ഡബിൾ തിങ്ക് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഞാൻ ഫൈനലായിട്ട് ഒന്നുകൂടെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അതിനോ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എണ്ണീറ്റ് പോകുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ദ കോർ ആസ്പെക്ട് ഓഫ് ദിസ് ചാനൽ എൻ്റെ നെറേറ്റീവ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു വൺ ഷോട്ട് ചാനൽ എന്ന് വാച്ച് റിവ്യൂസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും ഗൈസ്. പക്ഷെ അത് ഭയങ്കര റിയൽ റിവ്യൂസ് ആയിരിക്കും, ഞാൻ സ്ക്രിപ്റ്റ് ഇടുന്നും ആയിരിക്കില്ല. ദിസ് ഇസ് ദി പ്രൊഡക്റ്റ്. ലുക്സ് റിയലി നൈസ് ബ്രോ. ഐ ഗോട്ട് സോ മെനി കോംപ്ലിമെൻറ്റ്സ്. ഇത് അത്യാവശ്യം എന്താ പറയുക, കട്ടിയുള്ളവരുടെ റിസ്റ്റിലും പോവും, എന്നാൽ സ്ലിം റിസ്റ്റ് ഉള്ളവർക്കും ഒരു സീനും ഇല്ലാതെ പോകുന്നൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉള്ള വാച്ചാണ്. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് യു ഗൈസ് വിൽ ബി വെരി ഹാപ്പി വിത്ത് ദിസ് പർച്ചേസ്. പ്രശ്നം ഇതൊന്നും അല്ല, ഈ സാധനം സ്റ്റോക്കിൽ കിട്ടിയ ഗൈസ് ഞാൻ പറയാം, നിങ്ങൾ കണ്ണും പൂട്ടി മേടിച്ചു. ഈ സാധനം സ്റ്റോക്കിൽ കിട്ടാൻ വളരെ 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 പാടാണ്. സോ ഗൈസ് ഇറ്റ്സ് റീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ഇച്ചിരി ഇരുണ്ടിരിക്കുക, കാരണം ഞാൻ ISO കുറച്ച് വെച്ചേക്കുക. Talk to you guys later. Love you.